ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാത്ത, ഡോക്ടർമാർ പലപ്പോഴും പരിശോധിക്കാത്ത, എന്നാൽ അപകടങ്ങൾ വരുത്തി വയ്ക്കാവുന്ന ഒരു കൊളസ്ട്രോളിന്റെ വകഭേദത്തെ കുറിച്ചാണ്. ഏതാണ് ഈ വകഭേദം എന്നുള്ളതല്ലേ? ഇതിനെയാണ് ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ എന്ന് പറയുന്നത്. ഈ കുഞ്ഞൻ ലിറ്റിലെ കൊളസ്ട്രോൾ LDLന്റെ ഒരു വകഭേദം പോലെ നമുക്ക് കരുതാം. നമുക്കറിയാം, സാധാരണ ഒരു കൊളസ്ട്രോൾ പരിശോധന നടത്തുമ്പോൾ അതിൽ ട്രൈഗ്ലിസറൈഡ്, LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ ഇവ പരിശോധിക്കും. ഇതിൽ നമുക്കറിയാം LDL കൊളസ്ട്രോൾ ആണ് ബാഡ് കൊളസ്ട്രോൾ. എന്നാൽ ഈ LDL കൊളസ്ട്രോൾ പോലെ അല്ലെങ്കിൽ പലപ്പോഴും അതിനേക്കാളും അപകടമുണ്ടാക്കാവുന്ന ഒരു ബാഡ് കൊളസ്ട്രോൾ ആണ് ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ, അതായത് ലൈപ്പോപ്രോട്ടീൻ ചെറിയ എ. ഇവൻ കുഞ്ഞനാണെങ്കിലും ആള് വില്ലനായേക്കാം. ഇനി എല്ലാവരും ഇത് പരിശോധിക്കണമെന്നല്ല, കാരണം സാധാരണ ഒരു രക്തപരിശോധന നടത്തുമ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ നോക്കാറില്ല. എന്നാൽ നമ്മൾ തെക്കൻ ഏഷ്യക്കാരിലും അതുപോലെ കറുത്ത വർഗ്ഗക്കാരിലും ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ അപകടകാരി ആയേക്കാം. ബ്ലോക്കുകൾ ഉണ്ടാക്കാം, സ്ട്രോക്ക് ഉണ്ടാക്കാം, ഹാർട്ടിലെ വാൽവിന് വരെ ഇവൻ കാരണം തകരാറ് സംഭവിക്കും. അപ്പോൾ ആരൊക്കെ ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ നോക്കണം? എല്ലാവരും കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ നോക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. പലപ്പോഴും പല ആൾക്കാർക്കും ചെറുപ്രായത്തിലെ ഹൃദ്രോഗം വരാറുണ്ട്, ബ്ലോക്കുകൾ വരാറുണ്ട്. 40 വയസ്സിനും 50 വയസ്സിനും മുമ്പ് ഇവയുടെ കൊളസ്ട്രോൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് കാണാറില്ല. മറ്റു ചിലർക്കായിട്ട് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ എല്ലാവർക്കും ഹൃദ്രോഗ സാധ്യത അല്ലെങ്കിൽ ഹൃദ്രോഗം വന്നിട്ടുണ്ടായിരിക്കും. ഇനി മറ്റു ചിലർക്കാകട്ടെ കൊളസ്ട്രോളിന്റെ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കൊളസ്ട്രോൾ പലപ്പോഴും കുറയുമായിരിക്കാം, പക്ഷെ ഹൃദ്രോഗം വീണ്ടും വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ കൊളസ്ട്രോൾ കുറയുന്നില്ലായിരിക്കും. ഇനി മറ്റു ചിലർക്കാകട്ടെ ഇവർക്ക് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കുട്ടികൾക്കായിരിക്കും കൊളസ്ട്രോൾ കൂടുതലെന്ന് കാണുന്നത്. തിരിച്ചു നോക്കുമ്പോൾ അവരുടെ പേരൻസിനും മറ്റും കൊളസ്ട്രോൾ കൂടുതലായിരിക്കാം. ഇനി മറ്റു ചിലർക്ക് ഹൃദ്രോഗം ചികിത്സിച്ചാലും വീണ്ടും ബ്ലോക്കുകൾ വന്നേക്കാം. ഇങ്ങനെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ നോക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇനി ഈ കുഞ്ഞൻ ലൈപ്പോപ്രോട്ടീനെ കുറിച്ച് പറയുമ്പോൾ ഇവൻ ഹൃദയത്തിലെ വാൽവിന് ബ്ലോക്ക് ഉണ്ടാക്കാം. അയോർട്ടിക് വാൽവ് എന്ന് പറയുന്ന വാൽവ് ചുരുക്കം വരുന്നത് അയോർട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയും. ഈ കുഞ്ഞൻ കൊളസ്ട്രോൾ കാരണം അയോർട്ടിക് വാൽവിന്റെ ചുരുക്കവും വരാം. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഈ കൊളസ്ട്രോൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കാരണങ്ങളുള്ളവര് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക, ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെക്ക് ചെയ്യുക. ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് ഇതിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട്. പലപ്പോഴും മരുന്നുകൊണ്ട് ഇവന്റെ അളവ് കുറയ്ക്കാൻ സ്വല്പം പാടാണ്. പക്ഷേ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പോലെയുള്ള മറ്റു മരുന്നുകളും മറ്റ് ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസങ്ങളും ഇവൻ കാരണമുള്ള ഡാമേജ് കുറയ്ക്കാനും പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും ഇവന്റെ ചികിത്സ അത്രത്തോളം ഫലവത്തല്ലെങ്കിൽ പോലും മറ്റ് ഷുഗറും കൊളസ്ട്രോളും നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവന്റെ കാര്യത്തിലും ഉപകാരം ചെയ്യും. ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ അഥവാ ഈ കുഞ്ഞൻ കൊളസ്ട്രോള് പാരമ്പര്യമായിട്ടാണ് പലർക്കും കിട്ടുന്നത്. ലോകത്തെ ആൾക്കാരെ മൊത്തം പരിശോധിച്ചാൽ വളരെ കോമൺ ആയിട്ട് ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ കാണാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇവൻ അപകടം ഉണ്ടാക്കുന്നെന്നോ, എല്ലാവർക്കും ഇവനെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെന്നോ, അല്ലെങ്കിൽ ഈ പരിശോധന എത്രത്തോളം കൃത്യതയാർന്നെന്നോ, അല്ലെങ്കിൽ ഇവന്റെ അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ കുറിച്ച് വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ശാസ്ത്രലോകം ഇവനെക്കുറിച്ച് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നാളെ കൊളസ്ട്രോൾ നോക്കുമ്പോൾ എല്ലാവരും ഈ കുഞ്ഞൻ കൊളസ്ട്രോളിനെ നോക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പരിശോധിക്കുക. പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത്, ഒളിഞ്ഞും തെളിഞ്ഞും വേറെയും സാധാരണ കൊളസ്ട്രോൾ അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും വേറെയും കൊളസ്ട്രോൾ വില്ലന്മാർ ശരീരത്തിൽ ഉണ്ടെന്ന് അറിയുക, ഇവനെയും തുരത്തുക അല്ലെങ്കിൽ കുറയ്ക്കുക. അങ്ങനെ ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുക. താങ്ക് യു.